നാട്ടിൻപുറത്തെ പാടങ്ങളിൽ നിന്നുപോലും നെൽകൃഷി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കരനെൽ കൃഷി ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ് അറക്കലിൽ ഒരു യുവ കർഷകൻ. അറക്കൽ മലമേൽ മഹേശ്വരി മന്ദിരത്തിൽ ഓംപ്രകാശാണ് ധൈര്യപൂർവ്വം കരനെൽ കൃഷി നടത്തുന്നത്. കരനെൽ കൃഷി ലാഭകരമല്ലെങ്കിലും പല കർഷകരും മുമ്പും പരീക്ഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓംപ്രകാശിന്റെ കരനെൽ കൃഷി ഒരു പരീക്ഷണവും വെല്ലുവിളിയുമായി മാറുന്നത് മറ്റൊരു തരത്തിലാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണാണ് മലമേലിലേതെങ്കിലും സമുദ്രനിരപ്പിൽ നിന്ന് 620 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് മലമേൽ. ജലദൌർലഭ്യമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. വീട്ടുമുറ്റത്തെ 40 സെന്റ് സ്ഥലത്ത് നെൽകൃഷിയിലൂടെ ഹരിതനിറം തീർക്കുന്ന ഓംപ്രകാശും കുടുംബവും കൃഷിക്കാവശ്യമായ ജലത്തിനായി പുരയിടത്തിലെ കുളത്തെയാണ് ആശ്രയിക്കുന്നത്. കണ്ടത്തിൽ നെൽകൃഷി ഇങ്ങനെ ധാരാളം ചെയ്തിരുന്നത്, അങ്ങനെ അത് നമുക്കതിൽ നിന്ന് പരാജയം ഉണ്ടായിട്ടുള്ളത്. പിന്നെ കരയിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ പാറയൊക്കെ മാറ്റി അവിടെ ഇത്രയൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് മുടക്കി, മണ്ണുമൊക്കെ ഇട്ടും എല്ലാം തന്നെ. അങ്ങനെ ഇരുന്നപ്പോൾ എന്നാ വിചാരിച്ചു, കരയിൽ നെൽകൃഷി ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഇല്ല, കൂടുതൽ ലാഭമൊന്നും ഉദ്ദേശിച്ചല്ല എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് അതിനകത്തൊരു നമ്മൾ കൂടുതൽ മുതൽ മുടക്കി തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനൊരു വരുമാനമോ മറ്റ് കാര്യങ്ങളോ നോക്കി തന്നെ അല്ല. ആ കൃഷിയിൽ നിന്ന് കൂടുതൽ പിന്നെ നമുക്ക് പ്രയോജനം സിദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കൂടുതൽ ഏരിയയിലേക്ക് അത് വ്യാപിപ്പിക്കണമെന്ന് ഒരു സമയത്ത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ആളിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ നെൽകൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ എനിക്കുണ്ടായി. അതിവിടെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഓംപ്രകാശും പിതാവും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം മുറ്റത്തെ നെൽകൃഷി നല്ലൊരു പൂന്തോട്ടത്തിന് സമമായി പരിപാലിച്ചു പോരുന്നു. KSEB ജീവനക്കാരിയായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കൾ അശ്വിൻ, ആര്യ എന്നിവരും ഈ പൂന്തോട്ടത്തിന്റെ പരിപാലകരാണ്. കരനെൽ കൃഷി ലാഭകരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്യമാകുന്ന നെൽകൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് താൻ ഇത്തരമൊരു സാഹസത്തിന് തയ്യാറായതെന്ന് ഓംപ്രകാശ് ലൈവ് വാർത്തയോട് പറഞ്ഞു. അറക്കൽ കൃഷിഭവൻ വഴി ലഭ്യമായ 90 ദിവസം കൊണ്ട് വിളവ് ലഭിക്കുന്ന ഉമ എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വെള്ളത്തിന് സൗകര്യം നമുക്കൊരു കുളം അടുത്തുണ്ട്. അവിടെ നിന്ന് വെള്ളമാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ മാത്രം നമ്മൾ ആശ്രയിച്ച് കാര്യം. ഇവർ പറയുന്നത് 90 ദിവസം എന്നുള്ളതാണ്. ഉമ എന്നൊരു വിത്ത് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. പരീക്ഷണത്തിന് ഓംപ്രകാശിന് മടിയില്ല. പക്ഷേ മലമേലിലെ വാനരപ്പടയും മയിലടക്കമുള്ള പക്ഷികളും നെൽകൃഷിക്ക് ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.